ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഉഷാറാണോ? പഠിത്തമൊക്കെ എവിടെ വരെയായി? ഇന്ന് നമ്മൾ 2026 മാർച്ച് 15 ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് പോയിന്റുകൾ പെട്ടെന്നൊന്ന് ഓടിച്ചു പഠിക്കാൻ പോവുകയാണ്. കുറച്ച് മാർക്ക് ഉറപ്പിക്കാൻ റെഡിയായിക്കോ? അപ്പോ റെഡിയല്ലേ? എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ഇന്ന് നമ്മൾ മാർച്ച് 15ന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കും. പിന്നെ നമ്മുടെ രാജ്യത്തും കേരളത്തിലും നടന്ന പ്രധാന കാര്യങ്ങൾ, പുരസ്കാരങ്ങൾ, സ്പോർട്സ് എല്ലാം കവർ ചെയ്യും. അവസാനം ഒരു കുഞ്ഞു ടെസ്റ്റും ഉണ്ട്. ആരൊക്കെയാ ശ്രദ്ധിച്ചിരുന്നെന്ന് നോക്കാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം നോക്കുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. PSCയുടെ ഒരു സ്ഥിരം ഐറ്റമാണ് ഈ പ്രധാനപ്പെട്ട ദിവസങ്ങൾ. അറിയാലോ, ഒരു മാർക്ക് ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണേ. മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം, അതായത് വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ. സംഭവം വളരെ സിമ്പിളാണ്. നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്നു. ചിലപ്പോൾ അത് മോശമായിരിക്കും. അപ്പോൾ ഒരു ഉപഭോക്താവ് എന്ന നിലയ്ക്ക് നമുക്ക് ചില അവകാശങ്ങളുണ്ട്, അല്ലേ? അതിനെക്കുറിച്ചൊക്കെ നമ്മളെ ഓർപ്പിക്കാനുള്ളൊരു ദിവസമാണിത്. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഓരോ വർഷത്തെയും പ്രമേയം അല്ലെങ്കിൽ തീം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 2026 തീം ഇതാണ്: സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ. ഇത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ, ഉറപ്പായും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദിവസത്തിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്ത് നടന്ന ചില പ്രധാന സംഭവങ്ങളിലേക്ക് പോകാം. അഖിലേന്ത്യാ തലത്തിലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഭാഗം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തിടെ ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡിലെ ഒരു അതികായനാണ് നമ്മളെ വിട്ടുപോയത്. ചരിത്രം കുറിച്ചൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ സംഭാവന വളരെ വലുതായിരുന്നു. ആരാണെന്ന് വല്ല പിടിയുണ്ടോ? ഒരു ക്ലൂ തരാം. ഇന്ത്യയിൽ ആദ്യമായി ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ്, അതായത് വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു. അതിന് നേതൃത്വം കൊടുത്തത് ആരാണെന്നറിയാമോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഉത്തരം ഇതാണ്: ഡോക്ടർ KV സോണി. മക്കളെ, ഈ സ്ലൈഡിലെ ഓരോ പോയിന്റും ഓരോ ചോദ്യമാണ് കേട്ടോ. അദ്ദേഹം പ്രശസ്തനായ ഒരു നെഫ്രോളജിസ്റ്റ് ആയിരുന്നു, അതായത് കിഡ്നി സ്പെഷ്യലിസ്റ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ കിഡ്നി ട്രാൻസ്പ്ലാന്റിന് നേതൃത്വം നൽകി. എവിടെ വെച്ചായിരുന്നു? CMC വെല്ലൂർ. ഏതു വർഷം? 1971. കണ്ടോ, 4 ചോദ്യങ്ങൾ ഇതിൽ തന്നെയുണ്ട്. ഇതെല്ലാം ഓർത്തുവെക്കണം. അടുത്തതൊരു അടിപൊളി കണ്ടുപിടുത്തമാണ്. ഒരു പുതിയ സസ്യം, ഒരു പുതിയ ചെടി കണ്ടെത്തി. എവിടെ നിന്നാണ്? എന്താണതിന്റെ പേര്? വല്ല ഐഡിയയുമുണ്ടോ? ആസാമിലെ മാനസ് ദേശീയോദ്യാനത്തിൽ നിന്നാണ് ഈ ചെടിയെ കണ്ടെത്തിയത്. പേരുകെട്ട് പേടിക്കേണ്ട, ഓസ്ബേക്കിയ സുബീൻ ഗാർഗിയാന. നമ്മുടെ പ്രശസ്ത ഗായകൻ സുബീൻ ഗാർഗില്ലേ, അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ പേര്. അപ്പോൾ ഓർത്തുവെക്കാനൊരു എളുപ്പവഴിയുണ്ട്. ആസാമിലെ മാനസ് പാർക്കിലിരുന്ന് സുബീൻ ഗാർഗ് പാട്ടുപാടുന്നൊന്ന് സങ്കല്പിച്ചാൽ മതി. സ്ഥലവും പേരും കിട്ടി. എങ്ങനെയുണ്ട് ഐഡിയ? എന്താണ് ഈ ഗ്രീൻ 1000? പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പച്ചപ്പൊക്കെ ഉണ്ടല്ലേ? സംഭവം സിമ്പിളാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് വംശനാശ ഭീഷണി നേരിടുന്ന, അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന മരങ്ങളെ സംരക്ഷിക്കാനുള്ള ജൈവവൈവിധ്യ ബോർഡിന്റെ ഒരു പ്രൊജക്റ്റാണിത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ദേശീയ കാര്യങ്ങൾ വിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. കേരള PSC എഴുതുന്നവർക്ക് ഈ ഭാഗം മിസ് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026. എന്താണ് ഈ ഫിസ്ക്കൽ ഹെൽത്ത്? പേര് കേട്ട് പേടിക്കേണ്ട. നമ്മുടെ വീടിനും ഒരു സാമ്പത്തിക ആരോഗ്യമില്ലേ? വരവും ചെലവും ഒക്കെ നോക്കുന്നത് പോലെ. അതുപോലെ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തികാരോഗ്യം. ഈ ലിസ്റ്റിൽ ഒഡീഷയാണ് നമ്പർ 1. പക്ഷെ കേരളം കുറച്ചു പിന്നോട്ടു പോയി. ആസ്പിറേഷണൽ എന്ന കാറ്റഗറിയിലായി. കാരണം കടം കൂടി, ധനക്കമ്മി കൂടി. സിമ്പിൾ. അടുത്തത് ഒരു ആപ്പാണ്, മീ ഹെൽത്ത്. കേരള ആരോഗ്യ വകുപ്പിന്റെ പുതിയൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. നമുക്കൊരു അസുഖം വന്നാൽ അടുത്തുള്ള സർക്കാർ ആശുപത്രിയോ ആരോഗ്യ കേന്ദ്രമോ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ ഈ ആപ്പ് സഹായിക്കും. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണിത്. ഇതൊരു ഗംഭീര ചോദ്യമാണ്. കേരളത്തിന് മൊത്തം അഭിമാനിക്കാവുന്ന ഒരു നേട്ടം. ഒരു മലയാളി, ഒരു ഏഷ്യക്കാരൻ ആദ്യമായിട്ട് IUCNന്റെ, അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ഒരു കമ്മീഷൻ കോർഡിനേറ്റർ ആവുന്നു. ആരാണാള്? നമ്മുടെ വയനാടുകാരനായ ഡോക്ടർ ധനീഷ് ഭാസ്കർ. എന്താ അദ്ദേഹത്തിന്റെ ജോലിയെന്നറിയാമോ? ഈ ചെറിയ പ്രാണികളും പുഴുക്കളുമൊക്കെയില്ലേ, നട്ടലില്ലാത്ത ജീവികൾ, അവയുടെ സംരക്ഷണത്തിനായുള്ള ഗ്ലോബൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ്. ഇതൊരു ചരിത്ര നേട്ടമാണ്, ഉറപ്പായി നോട്ട് ചെയ്യണം. ഈ സ്ലൈഡ് വളരെ ശ്രദ്ധിച്ചു നോക്കിക്കേ. PSCക്ക് നമ്മളെ കൺഫ്യൂഷനാക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണിത്. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് അവയവദാന സ്മാരകം എവിടെയാ? അത് രാജസ്ഥാനിലെ അങ്ദാദ ആണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലുത്, ലാർജസ്റ്റ് സ്മാരകം എവിടെയാ വരുന്നത്? അത് നമ്മുടെ കൊച്ചിയിലാണ്. പേര് വേവ് ഓഫ് ലൈഫ്. കണ്ടോ വ്യത്യാസം? ഫസ്റ്റും ലാർജസ്റ്റും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അവാർഡുകളിലേക്ക് പോകാം. ഷുവർ ഷോട്ട് മാർക്ക് കിട്ടുന്ന ഏരിയയാണ്.
ആരാണ്, എന്തിനാണ്, എത്രാമത്തെ അവാർഡാണ്, ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി. 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം. എത്രാമത്തതാണ്? 60th, 60ാമത്. ആർക്കാണ് കിട്ടിയത്? പ്രശസ്ത തമിഴ് കവിയും ഗാനരചയിതാവുമായ ആർ വൈരമുത്തുവിന് 3 പോയിന്റ് കിട്ടിയല്ലോ. റൈറ്റ്. ഇനി കുറച്ച് സ്പോർട്സിലേക്ക്, കുറച്ച് ആവേശം വരട്ടെ. സിലബസിലെ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രസകരമായ ഒരു ഭാഗമാണത്. വേൾഡ് പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രീ. ആരാണ് താരം? സുമിത് ആൻഡിൽ. എന്താണ് ഐറ്റം? ജാവലിൻ ത്രോ. എന്ത് കിട്ടി? ഗോൾഡ്. എവിടെ വെച്ച്? ന്യൂഡൽഹി. കഴിഞ്ഞു, ഇത്രയുള്ളൂ. ഇങ്ങനെ പോയിന്റായി പഠിച്ചാൽ മതി. ഈ നമ്പർ കണ്ടോ? 19. എന്താണ് ഈ 19ന്റെ പ്രത്യേകത? വെറും 19 വയസ്സുള്ളൊരു പയ്യൻ ഫോർമുല 1 റേസിംഗ് ലോകത്ത് ഒരു പുതിയ ചരിത്രം കുറിച്ചു. എന്തായിരിക്കും അത്? പേരുമോർത്തു വെച്ചോ. കിമി ആന്റോണല്ലി F1 ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പോൾ സിറ്റർ എന്ന റെക്കോർഡിട്ടു. എന്താണ് ഈ പോൾ സിറ്റർ? റേസ് തുടങ്ങുമ്പോൾ 1ാം സ്ഥാനത്ത് നിന്ന്, അതായത് പോൾ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള യോഗ്യത. അതാണ് സംഭവം. മെർസിഡസ് ടീമിന്റെ ആളാണ്. പേരും റെക്കോർഡുമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോയെന്ന് നോക്കിയാലോ? ഒരു റാപ്പിഡ് ഫയർ റൗണ്ട്. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ മനസ്സിൽ ഉത്തരം പറയണം. ചീറ്റ് ചെയ്യാൻ പാടില്ല. റെഡിയല്ലേ? ഒന്നാമത്തെ ചോദ്യം, കേരളത്തിന്റെ പുതിയ ആരോഗ്യ ആപ്പിന്റെ പേരെന്താണ്? ഉത്തരം മീ ഹെൽത്ത്. കിട്ടിയോ? ഗുഡ്. എന്നാൽ അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം, 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം ആർ വൈരമുത്തു. യെസ്, അതും ശരിയാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മക്കളെ, ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്? അതൊന്ന് മനസ്സിൽ ഓർത്തു വയ്ക്കുന്നത് പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ നന്നായി പഠിക്കുക, റിവൈസ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.